ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മട്ടൺ ലിവർ കുക്ക് ചെയ്യുന്നതാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മട്ടൺ ലിവർ കുക്ക് ചെയ്യുമ്പോൾ മട്ടൺ നന്നായിട്ട് കഴുകണം. ഇതിനൊരു സ്മെല്ല് വരും കേട്ടോ. എല്ലാവർക്കും അത് എന്താണെന്നുള്ള എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകും അത് കാരണം. എന്നതിന് ശേഷം ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും നമ്മൾ ഈ കഴുകിയ മട്ടൺ ലിവറും കുറച്ച് ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഞാൻ വേവിച്ച് എടുത്തിട്ട് ഞാനിങ്ങനെ ഊറ്റി വെച്ചേക്കുവാണ് അത് വെള്ളം തോരാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ മട്ടൻ വേവിച്ച വെള്ളവും മാറ്റി വെക്കണം, കളയാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ടതാണ്, മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചേരുവകളാണ്. അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെയില്ല. ഞാൻ ഒരുപാട് റെസിപ്പികൾ ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം എനിക്കിതിൻ്റെ ഈ സ്മെല്ല് അങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനിങ്ങനെ മസാലയൊക്കെ അധികം ഇട്ടിങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഇതാണ്. അങ്ങനെ എല്ലാ പേർക്കും ഇതങ്ങോട്ട് ടേസ്റ്റായിട്ട് തോന്നാറില്ല, പക്ഷേ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണിത്. എനിക്കിങ്ങനെ മാസം തോറും ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ ഉള്ളത് കാരണം HB ലെവല് എല്ലാ മാസവും വളരെ കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മാസത്തിൽ 1-2-3 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ ഈ മട്ടൺ ലിവർ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു 40 കഴിയുമ്പോൾ സ്ത്രീകൾ പൊതുവെ, പുരുഷന്മാരും ഒട്ടും അവർക്കും കഴിക്കാൻ പാടില്ലെന്നല്ല, എന്നാലും ഈ സ്ത്രീകളിലാണല്ലോ ഈ ഹോർമോൺ വേരിയേഷൻസ് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അധികം നന്നായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ എപ്പോഴും കൊടുക്കാൻ പാടില്ല, എന്നാലും അവർക്കുമൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർക്കും അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. മട്ടൺ ലിവർ ഭയങ്കര ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. പണ്ടൊക്കെ ഈ ആയുർവേദത്തിൽ തന്നെ ആയുർവേദ മരുന്ന് കുടിക്കുന്നവരോട് പോലും ഈ മട്ടൺ ലിവർ കഴിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ അത്രമാത്രം അത് ബെസ്റ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിക്ക് എപ്പോഴും ഭയങ്കര ഒരു പ്രത്യേകതയാണ്. എന്തിനു ഉപയോഗിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് കേട്ടോ ഇത്ര. ചെറിയ ഉള്ളി നമ്മൾ ഉപയോഗിക്കും തോറും ആ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ്. അതിനകത്ത് ഒരുപാട് പോഷക ഗുണങ്ങളും ഉള്ള സംഭവമാണിത്. പിന്നെന്താ, ഞാൻ പാൻ വെച്ചു. പാനിലേക്ക് നമ്മുടെ കടുകിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ നുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ, ഈ ചെറിയ ഉള്ളി കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എണ്ണ നല്ല ചൂടായി കിടക്കുന്നത് കാരണം നമ്മൾ ഇട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ സംഭവം അങ്ങോട്ട് വഴണ്ട് വരാം. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴട്ടാവും. അങ്ങനെ കറുപ്പിച്ച് അതിനെ കരുവാട് പോലെ ആക്കി കളയരുത് കേട്ടോ. എല്ലാം നമ്മൾ ഒരു ആവശ്യത്തിന്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർക്കണം. മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല, ഇത്രയും ചേർക്കണം. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് എനിക്ക് പൊടിപ്പിച്ച് കൊടുത്ത് വിടുന്നതാണ്. മഞ്ഞളാണെങ്കിലും മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇതെല്ലാം ഈ കുരുമുളക് ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി കിട്ടും കേട്ടോ. ഈവൻ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി കുരുമുളകൊക്കെ ഇങ്ങനെ പറിച്ച് ഉണക്കി എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തേക്കുക വരുമ്പോൾ കൊടുത്തു വിടാനായിട്ട്. അത്ര സ്നേഹമാണ് കേട്ടോ അവർക്കൊക്കെ എന്നോട്. അപ്പോൾ ഇതെല്ലാം അമ്മ ഇങ്ങനെ പൊടിപ്പിച്ചാണ് കൊടുത്തു വിടാറുള്ളത്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ, മഞ്ഞയൊക്കെ വാങ്ങി ഇങ്ങനെ നല്ല വെയിലത്തിട്ട് പാവം കേട്ടോ അവിടെ തന്നെ ഇരിക്കും. അതെല്ലാം ഉണക്കി പൊടിപ്പിച്ച് ഭദ്രമാക്കി വരുന്നവരാരാണോ അവരുടെ കൈ കൊടുത്തു വിടും. ഞാനിപ്പോൾ ഇടയ്ക്ക് പോയിരുന്നു ഒരു 3-4 ദിവസത്തേക്ക്. അപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ആ അരപ്പ് മണം മാറുന്നത് വരെ നന്നായിട്ട് ഞാൻ വഴക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞില്ലേ, ഈ കരൾ വെന്ത വെള്ളം ഞാൻ മാറ്റിയിരുന്നു. ഈ അരപ്പ് നല്ല ഒന്നിതായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ നേരത്തെ മാറ്റി വെച്ച മട്ടൺ ലിവറും ആ വെള്ളവും ചേർത്താണ് ഇനി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ല പതിഞ്ഞ് കുറുകി വറ്റി വരണം കേട്ടോ. നമ്മൾ ഈ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ ചേർത്തിട്ടുണ്ടെന്ന്, ഈ ചെറിയ ഉള്ളിയൊക്കെ ഇതിനകത്ത് ചേർത്തേക്കുന്നത് കാരണം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ മട്ടൺ ലിവർ ഇങ്ങനെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ഇതിൻ്റെ രുചിയൊക്കെ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു മണം വന്നാൽ നമ്മൾ അറിയാണ്ട് തന്നെ കഴിച്ചു പോകും കേട്ടോ. അത്ര ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം ഉണ്ടാക്കി വരുമ്പോൾ. ആരോഗ്യപരമായിട്ടും ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഈ മട്ടൺ ലിവർ നിങ്ങൾ വീട്ടിൽ
വീട്ടിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കണം. നമ്മുടെ എല്ലാ പേരുടെയും ആരോഗ്യത്തിന്, കുടുംബത്തിലെ നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഇത്. അപ്പോൾ അത് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ റെസിപ്പി യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിലും നല്ല റെസിപ്പീസ് ഉണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വറ്റി വരണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പോലെ ഇരിക്കും കേട്ടോ. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള വെള്ളം അത്രയും എടുത്തതിനകത്ത് ഒഴിച്ച് കളയരുത് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, ഞാൻ അങ്ങനെ അധികം ഭയങ്കര എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാം വറ്റി. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം ഞാൻ മിസ് ചെയ്തു. കറിവേപ്പില ഇന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പില, വേപ്പില എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്, ഞങ്ങളുടെ നാട്ടിൽ കറിവേപ്പില എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പില എന്നും പറയും, കരിവേപ്പില എന്നും ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വൃത്തിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ മട്ടൺ ലിവർ ഫ്രൈ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കുമ്പോഴും ഈ കാണുന്ന ടേസ്റ്റ് തന്നെ അതിനുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.